സൗദി അറേബ്യയിൽ മലയാളി വെടിയേറ്റ് മരിച്ചു. നെജ്റാനിലാണ് സംഭവം. ഇന്നലെ രാത്രിയിലാണ് സംഭവം. ഇന്ന് വൈകിട്ടാണ് മൃതദേഹം കണ്ടെത്തിയത്. പുത്തനത്താണി സ്വദേശി ഷിഹാബുദ്ദീനാണ് മരിച്ചത്. ബ്രോസ്റ്റ് കടയിൽ ഹോം ഡെലിവറി ജീവനക്കാരനായിരുന്നു ഇദ്ദേഹം. ഇന്നലെ വൈകിട്ട് ബ്രോസ്റ്റ് കൈമാറാൻ കടയിൽ നിന്ന് പോയ ഷിഹാബ് മടങ്ങി വരാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിശദാംശങ്ങളുമായി സൗദിയിൽ നിന്നും റബി മുഹമ്മദ് ചേരുന്നു. റബി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്നലെ രാത്രി 1 മണിയോടുകൂടി കടയിൽ നിന്നും പോയ ഷിഹാബുദ്ദീൻ ഇന്ന് വൈകുന്നേരം വരെ തിരിച്ചു വരാതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വെടിയേറ്റ് മരിച്ച വിവരം അറിയുന്നത്. പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്. ഇന്നലെ രാത്രി 2 മണിയോടുകൂടി ഇദ്ദേഹം ജോലി ചെയ്യുന്ന കടയിൽ നിന്നും 6 കിലോമീറ്റർ അകലെ കാറിനുള്ളിൽ ഇദ്ദേഹത്തിന് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. 2 വെടിയാണ് ഇദ്ദേഹത്തിന് ഏറ്റുള്ളത്. തലക്കും വയറ്റിലുമാണ് ഓരോ വെടിയേറ്റിട്ടുള്ളത്. ഇദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ മറ്റു മലയാളികൾ ആരും തന്നെ ഇല്ലാത്തതിനാൽ കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. പോലീസും കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. ഇപ്പോൾ നെജ്റാനിലെ കിങ് അബ്ദുള്ള മെഡിക്കൽ സിറ്റിയിലാണ് അദ്ദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. 1 വർഷം മുമ്പാണ് പുത്തനത്താണി സ്വദേശിയായ ഷിഹാബുദ്ദീൻ സൗദിയിൽ ജോലി ചെയ്ത് അവിവാഹിതനാണ് അദ്ദേഹം. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി റബി. ഖത്തറിലെ വാഹനയാത്രക്കാർ ട്രാഫിക് ജാമിനോട് അസഹിഷ്ണുത കാണിക്കരുതെന്ന് ബ്രിഗേഡിയർ മുഹമ്മദ് സഅദ് അൽ ഖർജി ആവശ്യപ്പെട്ടു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഉണ്ടാകുന്ന താൽക്കാലിക ബുദ്ധിമുട്ട് മാത്രമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോകകപ്പിനോടനുബന്ധിച്ച് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണത്താൽ വർദ്ധിച്ച ട്രാഫിക് പ്രശ്നമാണ് ഖത്തറിൽ ദിവസേന അനുഭവപ്പെടുന്നത്. എന്നാൽ ഈ ബുദ്ധിമുട്ടെല്ലാം എത്രയും വേഗം പരിഹരിക്കപ്പെടുമെന്നും രാജ്യത്തെ സ്വദേശികളും വിദേശികളും നിർമ്മാണ പ്രവർത്തനങ്ങളോട് സഹകരിക്കണമെന്നും ട്രാഫിക് വകുപ്പ് ഡയറക്ടർ ബ്രിഗേഡിയർ മുഹമ്മദ് സഅദ് അൽ ഖർജി വ്യക്തമാക്കി. ചില പ്രത്യേക വിഭാഗം ജോലിക്കാർക്ക് ട്രാഫിക് ലൈസൻസ് നൽകുന്നതിൽ നിന്നും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ നിയന്ത്രണം താൽക്കാലികമാണെന്നും ട്രാഫിക് പ്രശ്നം പരിഹരിക്കപ്പെടുന്നതോടെ നിയന്ത്രണവും നീക്കപ്പെടുമെന്നും അൽ ഖർജി പറഞ്ഞു. അപകടസ്ഥലത്ത് പോലീസ് ഉദ്യോഗസ്ഥർ എത്തുന്നതിൽ കാലതാമസമുണ്ടാകുന്നത് എത്രയും വേഗം പരിഹരിക്കപ്പെടും. കൂടുതൽ ആളുകളെ ട്രാഫിക് വകുപ്പിലേക്ക് നിയമിക്കും. അപകടകരമായ വാഹനമോടിക്കലിനെതിരെ ബോധവൽക്കരണ ക്യാമ്പയിൻ ഉടനെ സംഘടിപ്പിക്കുമെന്നും ബ്രിഗേഡിയർ കൂട്ടിച്ചേർത്തു. മീഡിയ 1 ദോഹ. ഫലസ്തീൻ അതോറിറ്റിക്ക് $150 ധനസഹായം കടമായി നൽകുമെന്ന് ഖത്തർ അറിയിച്ചു. US വിദേശകാര്യ സെക്രട്ടറി ജോൺ കെറിയുടെ അധ്യക്ഷതയിൽ പാരീസിൽ ചേർന്ന അറബ് സമാധാന ചർച്ചയിലാണ് ഖത്തർ ഇക്കാര്യം അറിയിച്ചത്. അറബ് രാജ്യങ്ങളിലെ പ്രധാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായിരുന്നു അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറിയുടെ അധ്യക്ഷതയിൽ അറബ് നേതാക്കളുടെ യോഗം ചേർന്നത്. ഫലസ്തീനിലെയും സിറിയയിലെയും നിലവിലെ അവസ്ഥയായിരുന്നു ചർച്ചയിൽ കൂടുതലും ഉന്നയിക്കപ്പെട്ടത്. 6 മാസത്തിനിടെ ഇത് 4ാമത്തെ തവണയാണ് US-ഉം അറബ് ലീഗ് നേതാക്കളും ഫലസ്തീൻ സിറിയ വിഷയം ചർച്ച ചെയ്യാൻ യോഗം ചേരുന്നത്. ഫലസ്തീൻ അതോറിറ്റിക്കായി $150 മില്യൺ ധനസഹായം കടമായി നൽകുമെന്ന് തുടർന്ന് നടന്ന വാർത്താസമ്മേളനത്തിൽ ഖത്തർ വിദേശകാര്യമന്ത്രി ഖാലിദ് അൽ അത്തിയ പ്രഖ്യാപിച്ചു. മറ്റ് അറബ് രാജ്യങ്ങളും ഇത്തരം ഉപകാരപ്രദമായ സഹായങ്ങളുമായി മുന്നോട്ട് വരണമെന്ന് ജോൺ കെറി ആവശ്യപ്പെട്ടു. Agreed to provide $150 million in urgently needed debt relief to the Palestinian Authority. And I'm very grateful to Khalid al-Attiyah for helping to make that happen. I'm confident that other Arab governments are currently evaluating and making their decisions, and there will be others who will join in this initiative as we go. മില്യൺ കണക്കിന് ജനങ്ങളാണ് ഗസയിൽ ജീവിക്കുന്നതെന്നും അവർക്ക് ആവശ്യമായ ഭക്ഷണവും മരുന്നും എത്തിക്കാനുള്ള മാർഗം തുറന്നു വരേണ്ടതുണ്ടെന്നും യോഗത്തിൽ ചർച്ച ചെയ്തതായി ഖത്തർ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. സിറിയൻ വിഷയത്തിൽ ഖത്തറിന്റെ നിലപാട് മാറിയിട്ടില്ലെന്നും സിറിയയിലെ ജനങ്ങൾക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കും വരെ അവർക്കൊപ്പം ഖത്തർ നിലകൊള്ളുമെന്നും അൽ അത്തിയ കൂട്ടിച്ചേർത്തു. റമീസ് ചാത്തിയാറ, മീഡിയ 1 ദോഹ. അക്കാഫിന്റെ ഇത്തവണത്തെ ഓണാഘോഷ പരിപാടിയായ ബ്രാഹ്മിൻസ് അക്കാഫ് പൂക്കാലത്തിന് ഒക്ടോബർ 25-ന് ദുബായ് അൽ നാസർ ലെഷർ ലാൻഡിൽ തുടക്കമാകുന്നു. അക്കാഫിന്റെ ലേബർ ക്യാമ്പുകളിൽ നിന്നുള്ള തൊഴിലാളികൾ ഉൾപ്പെടെ 5000 പേർക്കുള്ള വിഭവസമൃദ്ധമായ ഓണസദ്യയാണ് ബ്രാഹ്മിൻസ് ഇത്തവണ എലമ്പക്കാട് നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അക്കാഫ് പൂക്കാലത്തിനു വേണ്ടി ഒരുക്കുന്നത്. തുടർന്ന് മെമ്പർ കോളേജുകളുടെ വിവിധ കലാപരിപാടികളും 70ഓളം വരുന്ന മെമ്പർ കോളേജുകളുടെ വമ്പിച്ച അത്തപ്പൂക്കള മത്സരവും ഉണ്ടായിരിക്കും. പ്രശസ്ത പിന്നണി ഗായകരായ രഞ്ജിനി ജോസ്, വിവേകാനന്ദൻ എന്നിവരുടെ ഗാനമേളയും അക്കാഫ് കലാകാരന്മാരുടെ നൃത്തങ്ങളും ഉണ്ടാവും. ഇതിനോടനുബന്ധിച്ച് പൊതുപരിപാടിയും ഘോഷയാത്രയും നടക്കും. കേരളത്തിൽ സോഷ്യൽ മീഡിയകളിലൂടെ പ്രവാസി മലയാളികൾ നെഞ്ചിലേറ്റിയ ചന്ദ്രലേഖ എന്ന നവഗായികയെ അക്കാഫ് ഈ വേദിയിൽ 1 ലക്ഷം രൂപ നൽകി ആദരിക്കും. ഒമാനിൽ പ്രവാസികളുടെ തൊഴിൽ വിസ അപേക്ഷയ്ക്ക് കർശന നിയന്ത്രണം പ്രഖ്യാപിച്ചു. നവംബർ 1 മുതൽ പുതിയ നിയന്ത്രണം നിലവിൽ വരും. ചെറുകിട കമ്പനികൾക്ക് പുതിയ വിസ നൽകുന്നത് 6 മാസത്തേക്ക് നിർത്തിവെക്കുമെന്നും സൂചനയുണ്ട്. കടലാസ് കമ്പനിയുണ്ടാക്കി ഫ്രീ വിസ നൽകുന്ന പ്രവണതയ്ക്ക് തടയിടാനാണ് ഒമാൻ തൊഴിൽ മന്ത്രാലയം പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചത്. നവംബർ 1 മുതൽ പ്രവാസികളെ നിയമിക്കാനായി വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ കമ്പനി ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ ഉടമസ്ഥരേഖയോ വാടക കരാറോ ഒപ്പം സമർപ്പിച്ചിരിക്കണം.
ഇതിനു പുറമെ സ്ഥാപനത്തിന്റെ വൈദ്യുതി കണക്ഷൻ നമ്പറും വേണം. നിർമ്മാണ കമ്പനിയാണെങ്കിൽ തൊഴിലാളികളെ നിയമിക്കുന്ന ഓരോ സൈറ്റിലെയും വൈദ്യുതി കണക്ഷൻ രേഖകൾ കാണിക്കണം. ഈ രേഖകൾ സമർപ്പിക്കാൻ കഴിയാത്ത കമ്പനികളുടെ വിസ അപേക്ഷകൾ നവംബർ 1 മുതൽ മന്ത്രാലയം മുന്നറിയിപ്പില്ലാതെ തള്ളും. അതായത് നിലവിൽ സജീവമല്ലാത്ത കമ്പനികൾക്ക് ഇനി മുതൽ വിസയ്ക്ക് അപേക്ഷിക്കാൻ പോലും കഴിയില്ലെന്ന് വ്യക്തം. നേരത്തെ നിയമനാനുമതി നേടിയ സ്ഥാപനങ്ങൾ പുതിയ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ മുമ്പ് നിയമിച്ച തൊഴിലാളികൾ എന്തു ചെയ്യുന്നു എന്നത് സംബന്ധിച്ച വിശദീകരണം ആവശ്യപ്പെടുമെന്നും മന്ത്രാലയം അറിയിച്ചു. നിയന്ത്രണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മന്ത്രാലയത്തിന്റെ അറിയിപ്പ് ഇന്നാണ് പുറത്തുവന്നത്. ഫ്രീ വിസയിൽ ആളെ നിയമിക്കുന്ന കമ്പനികൾക്ക് കനത്ത പിഴ ചുമത്തും. 1 വർഷം കമ്പനിക്ക് മേൽ നിയമന നിരോധനം ഏർപ്പെടുത്തും. ഫ്രീ വിസയിലുള്ള തൊഴിലാളികൾ പിടിക്കപ്പെട്ടാൽ അവരെ നാടുകടത്തുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അനധികൃത നിയമനങ്ങൾ തടയാൻ ഗ്രേഡ് 1 മുതൽ 4 വരെയുള്ള നിർമ്മാണ കമ്പനികൾക്കും ക്ലീനിംഗ് കമ്പനികൾക്കും പുതിയ വിസ നൽകുന്നത് 6 മാസത്തേക്ക് നിർത്തിവെക്കുമെന്ന് സൂചനയുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. പുതിയ നിയന്ത്രണം ചെറുകിട കമ്പനികൾക്ക് താൽക്കാലിക പ്രതിസന്ധി സൃഷ്ടിക്കുമെങ്കിലും തൊഴിലാളികൾക്ക് ഭാവിയിൽ ഗുണകരമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷിനോജ് ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. ഒമാൻ എയർപോർട്ട് മാനേജ്മെന്റ് പുരസ്കാരം എയർ ഇന്ത്യ എക്സ്പ്രസിന്. സലാല വിമാനത്താവളത്തിലെ മികച്ച സേവനത്തിനാണ് അവാർഡ്. മികച്ച ബജറ്റ് എയർലൈൻ പുരസ്കാരം ഫ്ലൈ ദുബൈ കരസ്ഥമാക്കി. മസ്കത്ത് ബാറിൽ ജിസ ഹോട്ടലിൽ നടന്ന ചടങ്ങിലാണ് എയർപോർട്ട് സേവന രംഗത്തെ മികവിനുള്ള പ്രഥമ ഒമാൻ എയർപോർട്ട് മാനേജ്മെന്റ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. സലാല വിമാനത്താവളത്തിൽ നൽകുന്ന സേവനങ്ങളുടെ മികവിനാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് പുരസ്കാരം നേടിയത്. മസ്കത്ത് വിമാനത്താവളത്തിലെ സേവനം, മികച്ച ഇൻഫ്ലൈറ്റ് സർവീസ്, എയർലൈൻ മാർക്കറ്റിംഗ് എന്നിവയ്ക്കുള്ള പുരസ്കാരം ഒമാൻ എയർ നേടി. മാർട്ടിൻ എയർ ആണ് മികച്ച കാർഗോ എയർ. മസ്കത്തിലേക്കും സലാലയിലേക്കും ഇന്ത്യൻ വിമാനങ്ങൾ കൂടുതൽ സർവീസ് നടത്താൻ തയ്യാറായാൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുക്കുമെന്ന് ഗതാഗത മന്ത്രി ഡോക്ടർ അഹമ്മദ് മുഹമ്മദ് അൽ ഫുത്തൈസി, സലാല എയർപോർട്ട് മാനേജർ സാലിം അൽ യഫായി എന്നിവർ പറഞ്ഞു. Indian Express, it's the first airline operating international flight in scheduled flights to Salalah Airport to serve the community, mainly the Indian community of the Dhofar region. വിവിധ എയർലൈൻ പ്രതിനിധികൾ ചടങ്ങിൽ സംബന്ധിച്ചു. മീഡിയ 1, മസ്കത്ത്. ജിദ്ദ ഹജ്ജ് വെൽഫെയർ ഫോറത്തിന്റെ കീഴിൽ ഈ വർഷം ഹജ്ജ് വളണ്ടിയർ സേവനം നിർവഹിച്ചവരുടെ സംഗമം ഈ മാസം 25-ന് നടക്കും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഷറഫിയ ലക്കി ദർബാർ ഹോട്ടലിൽ വെച്ച് നടക്കുന്ന സംഗമത്തിൽ മുഴുവൻ വളണ്ടിയർമാരും പങ്കെടുക്കണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വളണ്ടിയർ ചാക്കറ്റ് അന്ന് തിരിച്ചേൽപ്പിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഗൾഫ് രാഷ്ട്രങ്ങൾ സന്ദർശിക്കാൻ ഒരൊറ്റ വിസ രൂപീകരിക്കാൻ ശ്രമം. യൂറോപ്യൻ യൂണിയന്റെ ഷംഗൺ മാതൃകയിൽ GCC ഏകീകൃത സന്ദർശന വിസ രൂപീകരിക്കാൻ ഗൾഫ് ചേംബർ ഫെഡറേഷൻ ശുപാർശ ചെയ്തു. ഇക്കാര്യം റിയാദിൽ ചേരുന്ന GCC ആഭ്യന്തരമന്ത്രിമാരുടെ യോഗം പരിഗണിക്കും. ഗൾഫ് രാഷ്ട്രങ്ങളിൽ ടൂറിസ്റ്റുകളായി എത്തുന്നവർക്ക് ഏകീകൃത സന്ദർശന വിസയ്ക്ക് നീക്കം നടക്കുന്നതായി ഗൾഫ് ചേംബർ ഫെഡറേഷൻ സെക്രട്ടറി ജനറൽ അബ്ദുൾ റഹീം ഹസൻ നഖി വ്യക്തമാക്കി. ദുബൈ, ഒമാൻ, ഖത്തർ എന്നിവിടങ്ങളിൽ ഇത് വിജയകരമായി പരീക്ഷിച്ചിട്ടുണ്ട്. റിയാദിൽ അടുത്തു ചേരുന്ന GCC ആഭ്യന്തരമന്ത്രിമാരുടെ യോഗം ഇക്കാര്യം ആവശ്യപ്പെട്ടുള്ള ചേംബർ ഫെഡറേഷന്റെ ശുപാർശ പരിഗണിക്കുമെന്ന പ്രത്യാശ നഖി പ്രകടിപ്പിച്ചു. GCCയുടെ സാമ്പത്തികവും വാണിജ്യപരവുമായ വളർച്ചയ്ക്കും ടൂറിസം വികസനത്തിനും ഏകീകൃത വിസ കാരണമാകും. ഏതെങ്കിലും ഒരു ഗൾഫ് രാഷ്ട്രത്തിന്റെ സന്ദർശന വിസയിൽ എല്ലാ രാജ്യങ്ങളിലും പ്രവേശിക്കാൻ ഏകീകൃത വിസ പ്രാബല്യത്തിൽ വരുന്നതോടെ സാധ്യമാകും. എന്നാൽ ജോലി ആവശ്യാർത്ഥം ഈ വിസ ഉപയോഗിക്കരുതെന്ന് നിയമാവലി പരാമർശിക്കുന്നുണ്ട്. അതേസമയം ഇതിനു മുന്നോടിയായി ഗൾഫ് രാജ്യങ്ങളിലെ വിസ നെറ്റ്വർക്ക് പരസ്പരം ബന്ധിപ്പിക്കേണ്ടതുണ്ടെന്നും സുരക്ഷാ നെറ്റ്വർക്ക് സംബന്ധിച്ച സാഹചര്യത്തിൽ ഇത് പ്രയാസകരമല്ലെന്നും നഖി വിശദീകരിച്ചു. 26 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ വർഷങ്ങളായി ഷംഗൺ വിസ എന്ന പേരിൽ സംയുക്ത സന്ദർശന വിസ പ്രാബല്യത്തിലുണ്ട്. GCC ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിൽ ഏകീകൃത വിസയ്ക്ക് അംഗീകാരം ലഭിച്ചാൽ ഉന്നത സമിതിയുടെ നിയമാനുമതിക്കായി വിടും. ഉന്നത സമിതിയുടെ നിയമാനുമതി കൂടിയാകുന്നതോടെയാകും സംവിധാനം പ്രാബല്യത്തിൽ വരിക. ഗൾഫ് സഹകരണ കൌൺസിലിലെ ഓരോ രാജ്യത്തിനും അതിന്റെ നിയമങ്ങളും മേധാവിത്വവും നിലനിർത്തുന്നതോടൊപ്പം കൂടുതൽ സാമ്പത്തിക നേട്ടം തുറന്നു തരുന്നതാണ് ഏകീകരിച്ച ടൂറിസ്റ്റ് വിസ സംവിധാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീഡിയ 1, റിയാദ്. ഖത്തറിലെ ലോകകപ്പ് നടക്കാൻ പോകുന്ന സ്റ്റേഡിയങ്ങളുടെ രൂപരേഖ ഡിസംബറിൽ നടക്കുന്ന കൊളോസിയം സമ്മിറ്റിൽ പ്രകാശനം ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. നവംബർ 16, 17 തീയതികളിൽ ദോഹയിൽ വെച്ചാണ് കൊളോസിയം സമ്മിറ്റ് നടക്കുന്നത്. സ്റ്റേഡിയം ഇടപാടുകളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര കോൺഫറൻസാണ് കൊളോസിയം സമ്മിറ്റ്. വക്രയിൽ നിർമ്മാണം ആരംഭിക്കാനിരിക്കുന്ന പുതിയ സ്റ്റേഡിയത്തിന്റെ രൂപരേഖയാണ് സമ്മിറ്റിലെ പ്രധാന ആകർഷക പരിപാടിയെന്ന് കൊളോസിയം വക്താവ് ആന്റണി അന്റോണിയോ വ്യക്തമാക്കി. ഫിഫയുടെ ലേലപുസ്തകത്തിൽ സ്റ്റേഡിയത്തിന്റെ രൂപകൽപ്പനയെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശമുണ്ടെന്നും അത് ഏറ്റവും മികച്ച രീതിയിൽ പാലിക്കാൻ ഖത്തറിനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഖത്തറിലെ ലോകകപ്പ് സംഘാടകർക്ക് ഫിഫയോടനുബന്ധിച്ച് രാജ്യത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ ലോകത്തെ അറിയിക്കാൻ കഴിയുന്ന അവസരം കൂടിയായിരിക്കുമെന്ന് അന്റോണിയോ കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രശസ്തരായ സ്റ്റേഡിയം ഡിസൈൻ വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രധാന പരിപാടിയാണ് നവംബറിൽ ഖത്തറിൽ നടക്കുകയെന്ന് സംഘാടകർ അറിയിച്ചു. റമീസ് ചാത്യാറ, മീഡിയ 1, ദോഹ.
ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഹജ്ജിനെത്തിയ മലയാളി ഹാജിമാർ മദീനയിലെത്തി. വൈകിട്ട് 3:30 മദീനയിലെത്തിയ ഹാജിമാരെ ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരും ഹജ്ജ് വെൽഫെയർ ഫോറം പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു. 300 മലയാളികൾ ഉൾപ്പെടെ 2000 ഇന്ത്യൻ ഹാജിമാരാണ് ഇന്ന് പ്രവാചക നഗരിയിലെത്തിയത്. ഹജ്ജിന്റെ ചടങ്ങുകളിൽപ്പെട്ടതല്ലെങ്കിലും മദീന സന്ദർശനം ഹാജിമാർക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. മദീനയിലെ പ്രവാചകന്റെ പള്ളിയിലെ പ്രാർത്ഥനയും പ്രവാചകന്റെ ഖബറിട സന്ദർശനവും ഓരോ വിശ്വാസിയുടെയും സ്വപ്നമാണ്. ഹജ്ജ് കഴിഞ്ഞ് ഹാജിമാർ ഇപ്പോൾ അതിനായി കാത്തിരിക്കുകയാണ്. ഇനി മദീനയിൽ 8 ദിവസം തങ്ങണം, 40 റക്അത്ത് നിസ്കരിക്കണം, അത് പൂർത്തീകരിക്കണം, റൗദ കാണണം. ഇതിന് വലിയ ആഗ്രഹമുള്ളത്. അതിന് വേണ്ടി കാത്തിരിക്കുകയാണ്, ക്ഷമയോടെ കാത്തിരിക്കുക. മക്കയിൽ നിന്ന് വിടവാങ്ങൽ പ്രദക്ഷിണവും നിർവഹിച്ച് മദീനയിലെത്തുന്ന ഹാജിമാർ മസ്ജിദുൻ നബവിയിലെത്തി പ്രവാചകന്റെ ഖബർ സന്ദർശിക്കും. 8 ദിവസം മദീന പള്ളിയിൽ വെച്ച് നിർബന്ധ നമസ്കാരവും നിർവഹിക്കും. തുടർന്ന് മദീനയിലെയും പരിസര പ്രദേശങ്ങളിലെയും ചരിത്രപ്രധാന സ്ഥലങ്ങൾ സന്ദർശിക്കും. ഈ മാസം 31 മുതൽ മദീനയിലെ പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് എയർപോർട്ടിൽ നിന്ന് ഹാജിമാർ കോഴിക്കോട്ടേക്ക് മടക്കയാത്ര ആരംഭിക്കും. നവംബർ 14-നാണ് അവസാന വിമാനം. മദീനയിലെത്തിയ ഹാജിമാരെ ഹജ്ജ് വെൽഫെയർ ഫോറം പ്രവർത്തകരായ അഷ്റഫ് ചുക്ലി, റഷീദ് പേരാമ്പ്ര, അൽത്താഫ് കൂട്ടിലങ്ങാടി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ഹറമിനടുത്തുള്ള മർക്കസ് ഇല്യാസിലാണ് ഹാജിമാർ താമസിക്കുന്നത്. മീഡിയ 1 മക്ക, മദീന. സൗദിയിൽ നിന്ന് 70,000-ത്തിലധികം ഇന്ത്യക്കാർ മടങ്ങിയതായി ഇന്ത്യൻ എംബസി. ഇളവുകാലം ഇന്ത്യക്കാർക്ക് വലിയ തോതിൽ ഉപയോഗപ്പെടുത്താനായതായി അംബാസിഡർ ഹാമിദ് അലി റാവു പറഞ്ഞു. നവംബർ 3-ന് അവസാനിക്കുന്ന കാലാവധി നീട്ടി നൽകാൻ ആവശ്യപ്പെടില്ലെന്നും അദ്ദേഹം റിയാദിൽ പറഞ്ഞു. അനധികൃത താമസക്കാർക്ക് നിരുപാധികം പദവി ശരിപ്പെടുത്താനുള്ള ഇളവ് കാലം അവസാനിക്കാനിരിക്കെയാണ് ഇതുവരെ എംബസി നടത്തിയ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അംബാസിഡർ ഹാമിദ് അലി റാവു മാധ്യമപ്രവർത്തകരെ കണ്ടത്. സൗദിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നായി 77,054 ഇന്ത്യക്കാർക്ക് തിരിച്ചുപോകാനുള്ള എമർജൻസി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. എമർജൻസി സർട്ടിഫിക്കറ്റ് നേടിയ 95% ഇന്ത്യക്കാരും എക്സിറ്റ് നേടി രാജ്യം വിട്ടതായും അവശേഷിക്കുന്നവരുടെ എക്സിറ്റ് ലഭിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അംബാസിഡർ വ്യക്തമാക്കി. 6 മാസത്തിലധികം നീണ്ടുനിന്ന ഇളവ് കാലം 11 ലക്ഷത്തിലധികം ഇന്ത്യക്കാർക്ക് പ്രയോജനപ്പെട്ടു. 3,59,997 പേർക്ക് സ്പോൺസർഷിപ്പ് മാറാൻ സാധിച്ചു. 3,55,035 പേർ പ്രൊഫഷൻ മാറ്റം പൂർത്തീകരിച്ചു. പദവി ശരിപ്പെടുത്താനുള്ള നടപടികൾ ആരംഭിച്ചതിനു ശേഷം സൗദിയിലെ ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ വർധനവുണ്ടായതായും എംബസി വ്യക്തമാക്കി. നവംബർ 3-ന് അവസാനിക്കുന്ന സമയപരിധി നീട്ടി ലഭിക്കാൻ ആവശ്യപ്പെടില്ല. അതേസമയം യാതൊരു രേഖകളുമില്ലാത്തവന്റെ പേരിൽ പദവി ശരിപ്പെടുത്താനുള്ള ആനുകൂല്യം ലഭിക്കാതെ കഴിയുന്നവരുടെ പ്രശ്നങ്ങൾ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് അനുകൂലമായ മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത്. നവംബർ 3-ന് ശേഷമുണ്ടാകുന്ന നടപടികളെക്കുറിച്ച് പ്രവാസികൾക്കിടയിൽ അനാവശ്യ ഭീതി ഉണ്ടാകേണ്ടതില്ല. ഇന്ത്യക്കാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്താൻ തുടർന്നും എംബസി സൗദി അധികൃതരുമായി ബന്ധപ്പെടുമെന്നും അംബാസിഡർ പറഞ്ഞു. എന്നാൽ രാജ്യത്തെ നിയമം പാലിക്കാൻ എല്ലാ വിദേശികളും ബാധ്യസ്ഥരാണ്. ശിക്ഷാ നടപടികളില്ലാതെ നിയമവിധേയമാകാനുള്ള അവസരം ഉപയോഗപ്പെടുത്താൻ ഇനിയും രേഖകൾ ശരിപ്പെടുത്താത്തവർ മുന്നോട്ട് വരണമെന്നും ഹാമിദ് അലി റാവു ആവശ്യപ്പെട്ടു. KCM അബ്ദുള്ള, മീഡിയ 1, റിയാദ്. ബലിപെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ത്വായിഫ് മലയാളി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. മെയിൻ ടീം ത്വായിഫിനെ തോൽപ്പിച്ച് കിങ്സ് ടീം ത്വായിഫ് ഫൈനലിൽ വിജയികളായി. സമീർ പുകയൂർ, അഫ്താബ് കൊട്ടപ്പുറം, ഫൈസൽ എന്നിവർ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഹാരിസ് തളിപ്പറമ്പ്, ഹുസൈൻ പാലത്തിങ്കൽ എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. ഗൾഫിലെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് കൂട്ടായ്മ അസംബ്ലി 40-ാം വാർഷികം ആഘോഷിച്ചു. ഗാലാബാഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ JS മുകുൾ മുഖ്യാതിഥിയായിരുന്നു. അസംബ്ലി പ്രസിഡന്റ് പാസ്റ്റർ ജോൺ ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി 20 പേർക്ക് അസംബ്ലി വീട് നിർമ്മിച്ചു നൽകും. 10 നിർധന യുവതികളുടെ വിവാഹം നടത്താനും പദ്ധതിയുണ്ട്. സെക്രട്ടറി MG വർഗീസ്, വിവിധ സഭാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. OPA കൊയറിന്റെ ഗാനാലാപനം ചടങ്ങിന് മാറ്റുകൂട്ടി. സൗന്ദര്യവർദ്ധക വസ്തുക്കളും സ്ത്രീകൾക്കുള്ള വസ്ത്രങ്ങളും വിൽപ്പന നടത്തുന്ന കടകളിലെ വനിതാവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വദേശി വനിതകൾക്ക് കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കലാണെന്ന് സൗദി ശൂറ കൗൺസിൽ. വിദേശി വനിതകൾക്കുള്ള തൊഴിലവസരം തുറന്നുകൊടുക്കലല്ല ഇതിന്റെ ലക്ഷ്യമെന്നും ശൂറ കൗൺസിൽ വ്യക്തമാക്കി. 25 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്വദേശി വനിതകളെയാണ് ഇത്തരം കടകളിൽ ജോലിക്ക് നിർത്തേണ്ടത്. രാത്രി 11 മണി വരെയായിരിക്കണം കൂടിയ ജോലി സമയം. സൗന്ദര്യവർദ്ധക മേഖലയിൽ ബിരുദമോ ഡിപ്ലോമയോ കരസ്ഥമാക്കിയ സ്വദേശി വനിതകൾക്ക് പ്രായം 25-ൽ കുറവാണെങ്കിലും ജോലിയിൽ പ്രവേശിക്കാം. ഇത്തരം ബിരുദധാരികളെ മാനേജർ തസ്തികയിലാണ് നിയമിക്കേണ്ടതെന്നും ശൂറ നിബന്ധന വച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിൽ 5.5 ലക്ഷത്തിലധികം പേർ തൊഴിലെടുക്കുമ്പോൾ അതിൽ 10,000 മാത്രമാണ് സ്വദേശികളെന്നും ശൂറ വിലയിരുത്തി. ഹിജ്റ വർഷം 1422 മുതൽ കാർഷിക സബ്സിഡി കുറച്ചത് രാജ്യത്തെ കർഷകരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്നും സ്വദേശി കർഷകർ ഈ മേഖലയിൽ നിന്ന് പിന്മാറാൻ കാരണമായിട്ടുണ്ടെന്നും ശൂറ കുറ്റപ്പെടുത്തി. ചില കാർഷിക ഇനങ്ങൾക്ക് ഏർപ്പെടുത്തിയ ധനസഹായം രാജ്യത്തെ കാർഷിക മേഖലയ്ക്ക് യോജിച്ചതല്ലെന്നും ശൂറ വിലയിരുത്തി.